ഹായ് എവരി വൺ. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റിയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് കസ്റ്റേർഡ് പൗഡർ ഒന്ന് മസ്റ്റായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 3 ഗ്ലാസ് പാലിൻ്റെ ആ ഒരു അളവിലാണ് ഞാൻ ഇവിടെ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പാല് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാല് ഇത് മിക്സ് ചെയ്തതിന് ശേഷം പാല് ഡയറക്റ്റായിട്ട് ചേർക്കാൻ പാടില്ല. മിക്സ് ചെയ്തതിന് ശേഷമേ നമുക്ക് ഇതിനകത്ത് പാലിനകത്ത് ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. കസ്റ്റേർഡ് പൗഡർ ഒരിക്കലും പാലിനകത്ത് ഡയറക്റ്റ് ചേർക്കാൻ പാടില്ല. കസ്റ്റേർഡ് പൗഡർ എത്രയാണ് എടുത്തത്, ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ആണെങ്കിൽ ടേബിൾ സ്പൂൺ അതിൻ്റെ കൂടെ അത്ര തന്നെ പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം പാലിൻ്റെ അകത്ത് നമുക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പം ഇവിടെ ഞാനൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പം നമ്മളെ കസ്റ്റേർഡ് മിക്സിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാലിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മളെ പാല് കുറച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ അതിനകത്ത് ചേർത്തിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്യാം. ഈ കസ്റ്റേർഡ് മിക്സ് എപ്പോൾ ഒഴിക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നല്ല ചൂടായ പാലിൽ നല്ല തിളക്കുന്ന പാലിൽ ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. ഇളം ചൂടുള്ള പാലിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ഇവിടെ കുറുക്കിയെടുക്കട്ടെ. അപ്പോൾ ഈ മിക്സിൽ 1/2 കപ്പ് പഞ്ചസാര ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ ആദ്യം 1/2 കപ്പ് ചേർത്തിട്ട് ഒന്ന് നോക്കിയിട്ടാണ് പിന്നെ ചേർക്കുന്നുള്ളൂ, ആവശ്യത്തിനനുസരിച്ച് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പ് ചേർക്കണം. ഏത് സ്വീറ്റ് ഐറ്റം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു നുള്ളു ഉപ്പ് ഇടണമെന്ന് നിർബന്ധമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് കൂടെ ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം പോരായിരുന്നു, അപ്പോൾ 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ഗ്ലാസ് പാലിൽ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ കറക്റ്റ് ഒരു മീഡിയം മധുരത്തിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇനിയും കുറുക്കി എടുക്കാനുണ്ട്. ഈ കോൺഫ്ലവർ ആണല്ലോ, കസ്റ്റർഡ് പൗഡർ എന്ന് പറഞ്ഞാൽ മെയിൻ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് കോൺഫ്ലവർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ചുവ റോ ടേസ്റ്റ് മാറിയതിന് ശേഷമേ നമുക്ക് കംപ്ലീറ്റ്ലി ഇത് പെർഫെക്റ്റായിട്ട് വരുള്ളൂ. അപ്പം ഇതിൻ്റെ ഈ മിക്സിൻ്റെ ആ ഒരു പച്ച ചുവ മാറുന്നവരെ, റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ മിക്സ് ചെയ്തെടുക്കട്ടെ. ഏകദേശം ഒരു 5-10 മിനിറ്റ് എനിക്ക് ഇത് ഇളക്കിയിട്ട് ഒന്ന് കുറുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായി. അപ്പം ഒരു 10 മിനിറ്റ് എന്തായാലും ഇത് വേണ്ടി വരും ഒന്ന് കുറുക്കിയെടുക്കാൻ. ഈ കസ്റ്റേർഡ് ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് എടുക്കുമെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ പുഡിങ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും ഇത് തീർച്ചയായും. അപ്പോൾ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുകയും കൂടെ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോളിലേക്ക് മാറ്റാം. ഒരു 2 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം, എന്നാലേ ഇത് സെറ്റായി കിട്ടുള്ളൂ. അപ്പം ഒരു 2 മണിക്കൂർ എന്തായാലും ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂറായി, ഏകദേശം 2 മണിക്കൂറായി. അപ്പം ഇതൊന്ന് നമുക്ക് ഒന്ന് സെറ്റായത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ആ ഒരു ബോളിൻ്റെ അകത്ത് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുഡിങ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് അനാറ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനാറ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ഫ്രൂട്ട്സ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആപ്പിളായാലും ഏത് ഫ്രൂട്ട്സ് ആയാലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പുഡിങ് ഞാൻ ഇതിനകത്ത് ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നല്ലൊരു സോഫ്റ്റാണ്, കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലും കുറച്ച് അനാറ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ട്സ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ പുഡിങ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒരു സ്പൂണ് ഞാനിവിടെ എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പുഡിങ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.